ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ വധക്കേസിൽ അറസ്റ്റിലായ 3 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ കനേഡിയൻ പോലീസ് തേടിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്താണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കുന്ന നിലപാട്? അച്യുതൻ. ഉന്മേഷ്, ഈ ഹർദീപ് സിംഗ് നിജാർ വധത്തിൽ 3 ഇന്ത്യക്കാരെ കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കനേഡിയൻ പോലീസിനോട് ഈ അറസ്റ്റ് ചെയ്ത 3 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനം വിദേശകാര്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ കാനഡയുമായി പങ്കുവച്ച ആശങ്ക അതിലൊന്ന് എന്നുള്ളത്, ഈ പഞ്ചാബിൽ നിന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അവിടെ ഒരു ഇടം, അവർക്ക് വേണ്ട ഇടം കാനഡ നൽകുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും കാനഡ ഇതൊന്നും ഗൗനിച്ചിട്ടില്ല എന്നുള്ളത് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ ഖാലിസ്ഥാൻ അനുകൂലികൾ കാനഡയുടെ ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ലോബികൾ സൃഷ്ടിക്കുന്നു. ഇത് വോട്ട് ബാങ്കാക്കി മാറ്റുന്നു. കാരണം ഇവരെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കുന്ന ഇത്തരം വ്യക്തികൾ, ഈ ഖാലിസ്ഥാൻ അനുകൂലികൾ ഉൾപ്പെടുന്ന ഇത്തരം വ്യക്തികൾക്ക് വിസയോ രാഷ്ട്രീയമോ നൽകരുതെന്നും കാനഡയെ മുൻപ് തന്നെ ബോധ്യപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ ഇതിലൊന്നും തന്നെ കാനഡ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ജയശങ്കർ ഉന്നയിച്ചിരിക്കുന്ന വിമർശനം. എന്തായാലും ഈ 3 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളോടായിരുന്നു ഈ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം ഉണ്ടായത്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.